ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാൻ സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അതായത് ഷൈൻ ടോം നായകനായ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ. പടം പടം എഴുതിയെന്ന് പറഞ്ഞാൽ രജിൻ എസ് ബാബു എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പടത്തിൻ്റെ തിരക്കഥ എഴുതിക്കുന്നത്. പടത്തിൽ ഷൈൻ ടോം കൂടാണ്ട് നായികയായിട്ട് ഈ പടത്തിൽ അഭിനയിക്കുന്നത് വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ നായികയാണ്. പിന്നെ ഉള്ളവരുടെ പേര് കാര്യങ്ങളും എനിക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല, കാരണം എല്ലാം പുതിയ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം എനിക്കങ്ങനെ കൂടുതൽ എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ പടം എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലറാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഈ ഷൈൻ ടോം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു SI ആണ്, ഒരു സ്റ്റേഷനിലെ SI. പുള്ളി ക്രിസ്റ്റോ സേവിയർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു സ്കൂളിലും പോട്ടെ, പോലീസ് സ്റ്റേഷനിൽ ഒരു SI ആണെങ്കിലും പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷൻ്റെ മീതെ ഒരു ട്യൂഷൻ ക്ലാസ് പോലെ തുടങ്ങുന്നുണ്ട്, ഒരു ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. അതായത് അവിടുത്തെ പിള്ളേർക്കൊക്കെ വന്ന് ട്യൂഷൻ പഠിക്കാവുന്ന സംഭവം. അപ്പോൾ പുള്ളിയുടെ സംസാരവും ഇതൊക്കെ കൊണ്ട് തന്നെ പിള്ളേർക്ക് ഇഷ്ടമാണ് പോലീസുകാർ. അതായത് സ്കൂളിൽ കയറാണ്ട് പുള്ളിയുടെ അടുത്ത് ട്യൂഷൻ വന്ന് പഠിക്കണ കുറേ പേര്, അങ്ങനെയാണോ പറയാം. അത് കഴിഞ്ഞ് പിന്നെ വിൻസി ആലോചിച്ചത് ഒരു ടീച്ചറൊക്കെ ആയിട്ടാണ്. പിന്നെ പടത്തിൽ ഇവരെ കൂടാണ്ട് ദീപക് പറമ്പോൾ എനിക്ക് ആകെ ദീപക് പറമ്പോളിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പുള്ളിക്കാരൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ. കാരണം പുള്ളിക്കാരൻ ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഒരു കുറച്ച് റൂഡൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചെയ്തത്. പുള്ളിയുടെ ഫാമിലി മാറ്റേഴ്സ് കാര്യങ്ങൾ ഇതിൽ വരുമ്പോൾ പിന്നെ പുള്ളിക്കൊരു അനിയത്തി ഉണ്ട്. അപ്പോൾ അനിയത്തിയുടെ ജനനവും കാര്യങ്ങളും പുള്ളിക്ക് അതൊക്കെ ഇങ്ങോട്ട് ഇഷ്ടം, അതൊക്കെയാണ് പടത്തിൽ മെയിനായിട്ടും പറയുന്നത്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പിന്നെ ദീപക് പറമ്പോൾ അനിയത്തീനൊക്കെ പിടിച്ച് ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് കുറച്ച് വയലൻസ് പോലെ തോന്നി, കാരണം അമ്മാതിരി ചവിട്ടൊക്കെയാണ് ദീപക് പറമ്പോളിൻ്റെ ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നത്. അതിൻ്റെ അവസാനം ദീപക് പറമ്പോളിന് പണി കിട്ടുന്നതാണ് മെയിനായിട്ടും കഥയുടെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞത്. പിന്നെ അത് കൂടാണ്ട് ദീപക് പറമ്പോൾ ചെയ്തിരിക്കണ വേറെ വള്ളിക്കെട്ട് കേസുകളൊക്കെ ഇതിൽ തെളിയുന്നതാണ് ഈ പടത്തിൻ്റെ ഒരു സംഭവം, ഒരു മെയിൻ കഥയായിട്ട് വന്നത്. എന്തായാലും ത്രില്ലർ തന്നെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷൈൻ ടോം സംസാരവും കാര്യങ്ങളൊക്കെ. അതായത് ഇതുവരെ പുള്ളി ചെയ്തേക്കണ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുഴ എന്നുള്ള സംസാരമല്ലേ. ഇതിലങ്ങനെയല്ല, പുള്ളിക്കാരൻ സ്റ്റാൻഡേർഡായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നി. കാരണം ഒരു SIയുടെ റോള് എങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ പുള്ളി കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആക്ഷനും കാര്യങ്ങളും ഒന്നും അത്രയ്ക്ക് ഇല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അത് ആ കാര്യത്തിൽ, അതായത് എങ്ങനെ പറയാം, ഈ കടം വാങ്ങിയിട്ട് ഇല്ല, അത് ഞാൻ കൂടുതൽ പറയില്ല, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണാൻ നല്ലത്. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് ഇതിൽ ഓവർ ആക്ടിങ് കുറച്ച് കൂടുതലാണ്. അത് ആ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഷൈൻ ടോം അടുത്തുള്ളൊരു പോലീസുകാരനുണ്ട്, കൂടെ ഷൈൻ ടോം കീഴെ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ. ആ പോലീസുകാരുടെയൊക്കെ അഭിനയം കണ്ടാലുണ്ടല്ലോ, ഈ SIക്ക് മീതെയാണ്. അതായത് ഓവർ ആക്ടിങ്, ശരിക്കും ഓവർ ആക്ടിങ് ആണ് അത് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ പേരും പറഞ്ഞില്ല, ദീപക് പറമ്പോൾ അവരുടെ അമ്മയായിട്ടും അച്ഛനായിട്ടും അഭിനയിച്ചവരും ഭയങ്കര ഓവർ ആക്ടിങ്ങാണ്. ചില നേരത്തൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ്, എന്തുട്ടോ നമുക്ക് അതറിയാം. ഓവർ ആക്ടിങ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും, ശരിക്കും ഓവർ ആക്ടിങ്. അതൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളത്. അതായത് SIനേക്കാളും റേഞ്ചുള്ള ഒരു കോൺസ്റ്റബിൾ, അങ്ങനെ ഒരു പോലീസുകാരൻ ഇതിലുണ്ട്. അതായത് ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓവർ ആക്ടിങ്. പിന്നെ പടത്തിൽ നല്ല നല്ല പാട്ടുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ. പാട്ടുകളൊക്കെ ആ സൗണ്ട് എഫക്റ്റിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുഴപ്പമില്ല, BGM ഒക്കെ കൊള്ളാം. പിന്നെ ക്യാമറ വർക്ക് അതും കൊള്ളാം, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ളൊരു പടമാണ് സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാണേണ്ടവർക്കൊക്കെ പോയി കാണാം, കാരണം നിരാശപ്പെടുത്തില്ല. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അത് ഈ കൊല്ലം ഇറങ്ങിക്കണ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഈ പടം എന്ന് ഞാൻ പറയും. എന്തായാലും കൊള്ളാം, ഗംഭീര പടം.